പറയാമെന്നോ മലക്കെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയാമെന്നോ ഒന്നും ആ പരാമർശത്തിലില്ല. നേരെ മറിച്ച് ഭൗതിക വ്യത്യാസമെന്ത് എന്ന് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി നടത്തിയ ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ജിന്നുകളോട് സഹായം തേടാം, പ്രാർത്ഥിക്കാം എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന പച്ചനുണ പറഞ്ഞു പരത്തുകയാണ്. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പ്രബോധനത്തിന്റെ മുഴുവൻ മേഖലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ആഴമാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പണ്ടാരോ പാടിയത് ഇവിടെ ഈ സന്ദർഭത്തിൽ ഓർക്കൽ നിർബന്ധമാണ്. സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഉജ്ജ്വലരായ പണ്ഡിതന്മാർ ഖുബൂരികൾക്ക് കൊടുത്തുപോകുന്ന മറുപടി, ആ മറുപടി തന്നെയാണ് അബ്ദുൽ ജബ്ബാർ മൗലവിയും കൊടുത്തുപോകുന്നത്. അത് ജബ്ബാർ മൗലവിയുടെ പ്രത്യേകമായ അഭിപ്രായമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ ശിർക്കിലേക്ക് കൊണ്ടുപോകുവാൻ ആസൂത്രിതമായി കടന്നുകൂടിയ ഒരു ചാരൻ എഴുതിയ ലേഖനമല്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഹനീഫ് കായക്കൂടി പ്രസംഗിക്കുന്നത്. ആലോചിക്കണം. മറിച്ച് മുജാഹിദ് പണ്ഡിതന്മാർ കൊടുത്തു പോകുന്ന മറുപടി എന്നാണ് അനസ് മുസ്ലിയാർ പറഞ്ഞത്, അല്ലേ സഹോദരങ്ങളെ? എന്നാൽ ഇന്ന് ആ മടവൂരികൾ നിലനിൽപ്പിന് വേണ്ടി ഉന്നയിച്ച ആ ആരോപണത്തിന് അവർക്ക് ഫലം കണ്ടു എന്ന രൂപത്തിൽ ആഹ്ലാദിക്കുകയാണ് അവർ. അതിന്റെ കാരണം പാരത്രിക ലോകത്തെ ശാശ്വതമായ സ്വർഗലോകത്തെ വിജയം, അത് എനിക്ക് വേണ്ട, എനിക്ക് തികച്ചും താൽക്കാലികമായ ദുനിയാവിലെ നൈമിഷിക സുഖം മതി എന്ന് വിചാരിച്ച അനസ് മുസ്ലിയാർ, അതുപോലെ തന്നെ ഹനീഫ് കായക്കൊടി ഇനി ആ ഉദ്ദേശത്തിലാണോ എന്ന് നേർക്കുനേരെ നമുക്ക് തെളിഞ്ഞിട്ടില്ല. തെളിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇനി അദ്ദേഹം ഏത് രൂപത്തിലായാലും ഇയാളുടെ കൂടെ കൂടി ഇപ്പോൾ മടവൂരികൾക്ക് വേണ്ടി ഇതേ വാദം ഏറ്റുപറഞ്ഞ് മുജാഹിദികളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മടവൂരികൾക്ക് ഇന്ന് ഈ വാദം ശിർക്കാണ് എന്ന് തെളിവ് കിട്ടിയത് ഇങ്ങനെയാണ്. ഇതുവരെ അവര് നമ്മുടെ വാദം ശിർക്കാണെന്ന് പറയുവാൻ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ പൂർവികരായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളിൽ നിന്നോ ഒരു ഉദ്ധരണി വായിച്ചിട്ടില്ല. കേട്ടിരുന്നു നമ്മൾ 2007 മുതൽ ഈ കാലം വരെ അവര് ഈ ലേഖനം പൊക്കിപ്പിടിച്ചിട്ട് ശിർക്കാണെന്ന് പറയാൻ ഒരു തെളിവും കണ്ടില്ല. ഇപ്പോൾ ഇത് ശിർക്കാണെന്ന് പറയാൻ അവർക്ക് എന്താ തെളിവ്? ഇതാ അനസ് മൗലവി പറയുന്നു, ഹനീഫ് കായക്കൊടി പറയുന്നു, അത്രേമാ സലഫി പറയുന്നു. ഇതാണ് ഇത്ര തെളിവ്. എന്നാ ആ ഒരു തെളിവെങ്കിലും ഐറ്റങ്ങൾക്കുണ്ട്. ഇത് ഏറ്റുപിടിച്ചെടുക്കുന്ന ഇവർക്ക് എന്ത് തെളിവുള്ളത്? ഇവർക്ക് ഒരു തെളിവുമില്ല. ഇവർക്ക് ആകെ ഉണ്ടായിരുന്ന തെളിവ് ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പ്രസംഗിച്ച ഒരു തൗഹീദിന്റെ പ്രസംഗം. അതിനായിട്ട് ഒരു ബന്ധമില്ല. ഈ ഇബാദത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇബാദത്താണെന്നോ അല്ലെങ്കിൽ അത് ശിർക്കാണെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല. മൂപ്പര് പ്രാർത്ഥനയുടെ മഹത്വവും തൗഹീദിന്റെ മഹത്വവും ശിർക്കിന്റെ ഗൗരവം പറഞ്ഞ 2 മിനിറ്റ് അതിട്ടിട്ട് ഹനീഫ് കായക്കൊടി പിന്നെ വല്ല ടൈഗർ ബാമന്റെ കണ്ണ് തേച്ചാലും അറിയില്ല, കണ്ണെന്നൊക്കെ ഉണ്ട് കലങ്ങി, മുഖമൊക്കെ ഉണ്ട് ചോപ്പിച്ച്, അങ്ങനെ കുറച്ച് നിറമുള്ളതുകൊണ്ട് ക്യാമറയിൽ ഒന്നും കൂടി പിന്നെ ഹൃദയസ്പർക്കായി തോന്നും ചെയ്യും. അങ്ങനെയൊക്കെ പാടായിട്ട് ബഹുമാനായ ഉമർ മൗലവിയുടെ തൗഹീദ്, ഈ ഉമർ മൗലവി ഉണ്ടെങ്കിൽ ഈ ആളുകൾ എന്തായിരിക്കും ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചില്ല ഉമർ മൗലവിയുടെ തെളിവെങ്കിലും ഒലിക്കുന്നുണ്ട്. ഇപ്പൊ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ തെളിവ് പോലിക്ക് വിടേണ്ടി വന്നു. കാരണം എന്താ സഹോദരങ്ങളെ, വളരെ വ്യക്തമായി 1971 ഓഗസ്റ്റ് മാസത്തില് പുറത്തിറങ്ങിയിരുന്ന സൽസബീല് വളരെ വ്യക്തമായി കൊണ്ട് ഉമർ മൗലവിയും ഈ വാദം അതാ വ്യക്തമായി പറയുന്നു. വിജനമായ പ്രദേശത്ത് വെച്ച് ജിന്നുകളെയും മലക്കുകളെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഇബാദല്ല അഈനൂനി എന്ന ആ വാചകം ഇസ്ലാക്കന്മാരെ നിങ്ങൾക്ക് തെളിവില്ലാതെ ഇസ്തിഹാസയിൽപ്പെട്ടതല്ല എന്ന് വ്യക്തമായി പറഞ്ഞതോടുകൂടി ഇപ്പൊ അവര് എന്ത് ചെയ്യുമെന്നിടത്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പച്ച നോണ കേരളത്തിൽ പറഞ്ഞു നടന്നാൽ അള്ളാന്റെ സഹായം ഉണ്ടാവില്ല. ജാഹൽ ഹഖു വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില ഖാല സഹൂഖ. ഇത് ഖുർആൻ പറഞ്ഞ തെറ്റാണ്. സത്യം അത് വന്നു കഴിഞ്ഞാൽ അധർമ്മം തകരും. അസത്യം തകരേണ്ടതാണ്, അത് നിലനിൽക്കില്ല. അതൊരു കൂണ് പോലെ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ കാണും, ഒരു തട്ടട്ടി അടക്കുന്നത്. അതാണ് ഇപ്പൊ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ
ഈ രൂപത്തില് മടവൂരികൾ പറഞ്ഞ് പഴകിപ്പൊളിച്ചത് വീണ്ടും ഏറ്റു പറഞ്ഞ ആളുകൾ എത്രമാത്രം കാപട്യത്തോടുകൂടിയാണ് കേരള മുജാഹിദ് ജനതയുടെ മുമ്പിൽ വന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അമീദ് വൈസി അമ്പലക്കടവനും അനസ് മുസ്ലിയാർ നൽകിയ ആധികാരികമായ ജബ്ബാർ മൊലീന്റെ മറുപടിയല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറുപടി ഒന്ന് കേട്ടോളൂ. ഇയാൾ ഒരു വലിയ കളവ്, ഒരു വലിയ ബെഡായി. എന്താ ബെഡായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം ഒരു വലിയ ബെഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രമേ പകലും ജിന്നിനോട് സഹായം ചോദിക്കാതാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ നമ്മൾ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ്. നമ്മൾ നടന്ന മാതിരി മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്നേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം വെച്ചാല് മരുഭൂമി ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്. ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡും ഇല്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ, വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാലം സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളാഹിനോട് മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലതാ. ഇപ്പൊ പറഞ്ഞത് അള്ളാഹിനോടും പ്രാർത്ഥിക്കാം, ജിന്നിനോടും പ്രാർത്ഥിക്കാം, പിശാചിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ പറയുന്നു. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അള്ളയില്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവ് ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതോട്ടിങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. അവർ പറഞ്ഞെന്താ വെച്ചാല് അപ്പൊ കുടുങ്ങാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും, ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേക്കം അതിലില്ല, അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷപ്പിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരനെ പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാതെ പറയുന്നത്. കണ്ടോ? ആ വാചകം കൂട്ടിമാട്ടുകയാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതിന്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബൗദികം എന്ന് പറഞ്ഞാൽ എന്താണ്, മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒയ്ബിയായത് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോ ഒരു വാചകം കിട്ടിയതുപോലെ ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദിൽ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ഇവര് പണ്ടേ ചോദിക്കണ്ടേ? പണ്ടേ ഇവര് ചോദിക്കാണ്ട് ഈ ചോദ്യം എന്ത്? യാ ഇബാദല്ലാ എന്നില്ലേ മറിയ ഹാജറ ബീവി. ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മറുതയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രീൽ വന്ന് അവിടെ വന്ന് നിന്നപ്പോ അറീസ് അറീസ് എന്ന് ചോദിച്ചില്ലേ? അറീസ് അറീസ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദിന് മറുപടി വരാം. വീണ്ടും ഇവർ ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യൂക്കും അർഷിഹ, ആരാണ് അർസിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവര് പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദിന് മറുപടി ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാത്രല്ല, അന്ന് ശബാബിൽ ഒന്നൊരു ചോദ്യമുണ്ട്, ഇതേ ചോദ്യം തന്നെ. 1983 ആ കാലയളവ് 90 ഇടയിലുള്ള കാലയളവിൽ ശബാബിൽ വന്ന ചോദ്യം. ആ ചോദ്യോത്തരം തൗഹീദ്, പ്രാർത്ഥന, തൗഹീദ്, ചോദ്യങ്ങൾക്ക് മറുപടി എന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇപ്പോഴും വിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക, അവിടെയുണ്ട്. ഇത് ഈ വാചകം കേട്ടോളൂ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. ഖുറാഫിയുടെ ചോദ്യത്തിന് മറുപടി പറയാ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. ഇനി അടുത്ത വാചകം കേട്ടോ. എന്നാൽ അദ്ദേഹം ജിന്നിനോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അടുത്ത വാചകം കേട്ടോ. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും
മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഇത് ശബാബിനും കൃത്യമായി മുമ്പെഴുതിയതാ. ആ ചോദ്യോത്തരം തന്നെ രൂപത പ്രസിദ്ധീകരിക്കുന്ന പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി ഇന്നും ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ കിട്ടും. അതിൽ വരെ മുജാഹിദിൽ കൃത്യം അതിൽ വരെ മുജാഹിദികളെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അന്ന് ചെറിയ മുന്നം പറഞ്ഞിട്ടുണ്ട് എന്നല്ല. അത് 2007 സഹോദരങ്ങളെ ജബ്ബാർ മോദി പറഞ്ഞിട്ടുണ്ട് എന്നല്ല, മുജാഹിദികൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി മുജാഹിദികൾ മറുപടി. അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറുപടിയാണ്. ആ മറുപടി ഈ മൂവർ സംഘം ആംപ്ലേറ്റ് ഒക്കെ ഇങ്ങനെ മറിച്ചിരുന്ന മാതിരി വളരെ ലാഘവത്തോടു കൂടി ഇങ്ങനെ അടിമറിച്ചിട്ട് മുജാഹിദ് പ്രസ്ഥാനം കാലമത്രയും ഉൾക്കൊണ്ട തൗഹീദിന്റെ നിർവചനം മാറ്റി അങ്ങനെ മറ്റുള്ളവർക്ക് പരിഹാസ്യമാകാൻ രൂപത്തിലുള്ള ഒരു കളിപ്പാവയാക്കാൻ വിട്ടുകൊടുക്കൂല നമ്മൾ. അത് ഇവിടെ വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്ന് അനസ് മുസ്ലിയാർ മുജാഹിദ് ആദർശമാണ് പ്രഖ്യാപിച്ചത്. എന്തെങ്കിലും അന്ന് അദ്ദേഹത്തിന് മുടി വെട്ടാൻ പോലും ടൈം കിട്ടിയില്ല. കണ്ണുമോറൊക്കെ പറ്റ കൊണ്ടിട്ടില്ല. വേറെന്താ ദാനത്തുമായി ഓടി ഇറക്കുകയാണ്. ഇന്നതിനു വേണ്ടി മൂപ്പരെ സംബന്ധിച്ചിടത്തോളം വളരെ സുഭിക്ഷമായൊരു ജീവിതം. ഞാനെന്താ ഖുറാഫിയക്ക് മറുപടി പറയുന്ന, മടവൂരിയക്ക് മറുപടി പറയുന്ന, ശിർക്കാരോപണത്തിന് വേണ്ടി എത്രയുമാ സെലബി നിശ്ചയിച്ചു കൊടുത്ത നോട്ടനുസരിച്ച് കേരളത്തിന് ഓടിയാൽ മതി. എന്തൊരു സുഖം! ഞാൻ എങ്ങനെ ഇങ്ങനെ പറയാതിരിക്കും? കാരണം ഈ പഴകി പൊളിച്ച ആരോപണം നാടകക്കൂലി തൊഴിലാളികളെ പോലെ യജമാനനോട് നന്ദി കാണിക്കുന്നതിന്റെ ഭാഗമായി കൊട്ടേഷൻ ടീം പോയി കയ്യും കാലം വെട്ടുന്ന ആ ഒരു ആർജവത്തെക്കാൾ ലജ്ജയില്ലായ്മ ഇന്ന് സഹോദരങ്ങളെ മതവേദിയിൽ പറഞ്ഞത് മാറ്റിപ്പറയാണ്. പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ, കൃത്യമായ തെളിവിന്റെ വെളിച്ചത്തിൽ ലോകരുടെ മുമ്പിൽ വാച്ചുകെട്ടില്ലാതെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സമീനാവത്തേനെ നമ്മൾ സ്വീകരിക്കും. ഇതെന്താ? ഹദീസ് നിഷേധികളായി കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും മുജാഹിദ് ജനങ്ങൾക്കിടയിലും മുസ്ലിം സമൂഹത്തിനിടയിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടെ നിന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബത്തിനെയും അത് നമുക്ക് ഉദ്ധരിച്ചു തന്ന മഹാന്മാരായ ഇമാം ബുഖാരിയെ പോലെയുള്ള ആളുകളെയും പച്ചക്ക് പുച്ഛിച്ച് പരിഹസിച്ച് തള്ളിക്കളയുന്ന ആധുനിക ചേകന്നൂരിയായ സലാം സുല്ലമയുടെ മൈക്കകളായി കേരളത്തിൽ ഓടി നടന്ന കരിമ്പിലാക്കലും അതുപോലത്തെ അരിമല്ലയും ഇപ്പോഴത്തോ ഇടുക്കാനും പിരിക്കാനും പുറക്കാനൊക്കെ ശിർക്ക്. ആ ശിർക്കിൽ തന്നെ നിന്ന് ശിർക്കിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ഹബീബ് വൈസി അമ്പലക്കടവ് എന്ന പുരോഹിതനും കേരളത്തിൽ പറഞ്ഞു നടന്നൊരു കാര്യം, അത് ഞങ്ങൾക്കിപ്പോ ബോധ്യമായി. ഞങ്ങൾ ഇങ്ങനെ ആ വാദപ്രകാരം ശിർക്ക് തന്നെ ആയിരുന്നു, ഇങ്ങനെ ഞങ്ങൾക്ക് അത് തൗഹീദ അല്ല ശിർക്കായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞാൽ ആ ഹദീസ് നിഷേധികളുടെയും ശിർക്ക് ആചാരകരുടെയും ആ ഒരു ആഹ്വാനം കേട്ട് നമ്മളും ഇവരോടൊപ്പം അങ്ങോട്ട് ചേർന്നെന്ന് പറഞ്ഞാൽ നമുക്കതിനൊരിക്കലും തന്നെ സാധ്യമല്ല. ആർജവമുള്ള പ്രമാണബോധമുള്ള അഹ്ലു സുന്നത്ത് ജമാഅത്തിന് വളച്ചുകെട്ടില്ലാതെ മനസ്സിലാക്കിയ പണ്ഡിതന്മാർ കേരളത്തിൽ ഇന്നുമുണ്ട്. അവർ പറയട്ടെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ. അവരില്ലല്ലോ, പറയുന്നില്ല. അപ്പോൾ ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഏറ്റുവാങ്ങിയ വിമർശനങ്ങള് പ്രാമാണികമായി മുജാഹിദ് വേദിയിൽ നിന്ന് മുജാഹിദ് ആദർശം പറഞ്ഞ അനസ് മുസ്ലിയാർ ഇന്ന് അവരുദ്ധരിച്ച അതേ വാചകം എടുത്തുദ്ധരിച്ച് മുജാഹിദുകളുടെ നേരെ ശിർക്ക് ആരോപിക്കുന്ന ആ നിറം മാറിയ സംസ്കാരം ഒന്ന് നിങ്ങൾ കാണി. ശരി, എന്താ മാന്യ സഹോദരികൾ ഇതിൽ എഴുതിയറിയോ? കേട്ടോ, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഒരാൾ തപ്പിത്തടഞ്ഞു നീങ്ങുകയാണ്. അങ്ങനെ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്താൽ എന്നെ ഒന്ന് സഹായിക്കാമോ, എനിക്ക് വെളിച്ചം കാണിച്ചു തരാമോ? ആരുടെ ജിക്ർ?
ആരോടാ ചോദിക്കണത്? ഈ ശബ്ദത്തിനോടമ ജിന്നായിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അയാൾ ചോദിക്കണം, ജിന്ന് എനിക്ക് വെളിച്ചം കാണിച്ചു തരാമോ, എന്നെ ഒന്ന് സഹായിക്കാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്ത തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇത് ശിർക്കല്ല പറഞ്ഞത്. അതായത് രാത്രി ഒരാൾ ഇതിൽ നടന്നു പോകണം, ഒറ്റക്ക് ഇരുട്ടാണ്, കറണ്ടില്ല, ഒരു ശബ്ദം കേട്ടു, അപ്പൊ തന്നെ മൂപ്പര് വിചാരിക്കണം ജിന്നാന്ന് വിചാരിക്കണം. ജിന്നെ എന്നെ സഹായിക്കാമോ, എനിക്ക് വെളിച്ചം കാണിച്ചു തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അതിൽ അഭൗതികതയില്ല, അത് ശിർക്കുമല്ല എന്നാണ് ഇദ്ദേഹം എഴുതിയത്. മാന്യസഹോദരങ്ങളെ, അത് ശിർക്കല്ലേ? അത് ശിർക്കല്ലേ? മാന്യസഹോദരങ്ങളെ, അത് ശിർക്കല്ലേ? ഇത് സഹോദരങ്ങളെ പറഞ്ഞത് ജിന്നല്ല, അനസൂസ്ലിയാർ തന്നെയാണ്. ഇപ്പൊ ഡ്രസ്സിംഗ് താടിയൊക്കെ ആയി നല്ല വിലപിടിപ്പുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഹൈടെക് മൊബൈലും മറ്റു സംവിധാനങ്ങളൊക്കെ ആയി നല്ല കുട്ടപ്പനായിട്ട് വന്നു പോകുമ്പോ ആള് മാറി വിചാരിക്കണ്ട, പഴയ മൂല്യർ തന്നെയാണ്, പഴയ മൂല്യർ തന്നെയാണ്. പക്ഷേ ഒന്ന് നിറം മാറി അവതരിപ്പിച്ചതാണ്. ഇപ്പൊ അവരുദ്ധരിച്ച അതേ വാചകം മൂപ്പര വക ബയാനൊക്കെ കൊടുത്ത് കൊടിപ്പും നമ്മളൊക്കെ വെച്ച് അമ്പലക്കളവുകളാൽ കേമമായിട്ട് സഹോദരങ്ങളെ ശിർക്കല്ലേ, സഹോദരങ്ങളെ ശിർക്കല്ലേ, അങ്ങനെ 4 സഹോദരങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ ശിർക്കല്ലേ എന്ന് വെച്ചാൽ അതിന് ശിർക്കായല, ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കായല, തൗഹീദായ ഒരു കാര്യം പെട്ടെന്ന് ശിർക്കായല. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്നാ അത് ശിർക്കാണോ അല്ലേ? നമുക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അമരക്കാരനും തലതൊട്ടപ്പനുമൊക്കെയായ ദഅവാ പ്രവർത്തന രംഗങ്ങളിലും ഖണ്ഡനങ്ങളിലൊക്കെ ആദ്യകാലത്ത് സജീവമായി നിറഞ്ഞു നിന്നിരുന്ന അബ്ദുറഹ്മാൻ സലഫി, ഇപ്പൊ അദ്ദേഹത്തിന് സംഘടനയുടെ ഒരുപാട് ചുറ്റുപാടുകൾ തിരിയാനും അറിയാനും വയ്യ. പിന്നെ ഇപ്പൊ സിൻഡിക്കേറ്റ് മെമ്പറായതോടെ അതും പ്രശ്നം, സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഗൾഫിൽ പോയാൽ അതും വേറെ. സംഘടനയുടെ അനവധി ഭാരങ്ങള് ചുമലിലേറ്റ് സാധു നടുവൊടിഞ്ഞിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയില് ഇപ്പൊ ദഅവത്തും കാര്യങ്ങളൊന്നുമില്ല, സംഘടനയുടെ ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് മൂപ്പരിപ്പൊ ഈ മേഖലയിലേക്കൊന്നും വരാറില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ആധികാരികമായി അദ്ദേഹം ഈ മേഖലയിലുള്ള കാലത്ത് മറുപടി കൊടുത്തിട്ടുണ്ട്. അത് തിരുത്തിയിട്ടില്ല, ഇപ്പൊ അതൊന്നും തിരുത്തിയിട്ടില്ല. ആ ജാമ്യയിൽ വെച്ചിട്ട് ഞാൻ ഇതാ നിങ്ങളോട് മാപ്പ് പറയുന്നു, അല്ലാഹുവിനോട് മാപ്പ് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ഷഹാദത്തുകലിമ ചൊല്ലിയിട്ടില്ല കേട്ടോ. അപ്പൊ ആ അബ്ദുറഹ്മാൻ സലഫിനോട് നമുക്കൊന്ന് ചോദിക്കാം, അനസ് മുസ്ലിയാർ പറഞ്ഞത് ശിർക്കാണോ അല്ലേ? ഒന്ന് കേട്ടോളൂ സഹോദരങ്ങൾ ആ ചോദ്യവും മറുപടിയും. അസ്സലാമു അലൈക്കും. വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്ന് സഹായി വിശ്വസിക്കുന്നത് ശരിയാണോ? മടവൂരികളെ സംബന്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ മനുഷ്യ കഴിവിനപ്പുറം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയെങ്കിൽ ഈ ജിന്നിന്റെ വിഷയം മനുഷ്യ സൃഷ്ടികൾക്കപ്പുറം എന്ന് പറയുന്നുണ്ട്. ഈ വാദം ശരിയാണോ? അവർ ഉന്നയിക്കുന്നതിന് എന്താണ് മറുപടി പറയുക? നമ്മള് ഒരു വാചകവും തിരുത്തേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലാണ്. പണ്ടത്തെ പ്രയോഗങ്ങളെക്കാൾ നല്ല ചില പുതിയ പ്രയോഗങ്ങൾ എന്നുള്ള നിലക്ക് ആരെങ്കിലും ചിലപ്പോൾ ഉപയോഗിച്ചിട്ട് മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്. അവർ മനുഷ്യനോട് അവന്റെ കഴിവിന് അതീതമായ കാര്യങ്ങൾ. അതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അവരോട് സഹായം ആവശ്യപ്പെടുക, പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ് ശിർക്ക്. അപ്പൊ മുമ്പ് ഉപയോഗിച്ച വാചകങ്ങൾ തിരുത്തേണ്ടതോ ഒരവസ്ഥയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. നമ്മളൊക്കെ എപ്പോഴും ആ പണ്ട് പറഞ്ഞ അതന്നെ പറയാറുള്ളത്. അതിങ്ങനെ ആരെങ്കിലും എഴുതുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ചില ആളുകൾ ഇത്തരം സംശയങ്ങളുമായിട്ട് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് തിരുത്തേണ്ട ഒരാവശ്യമല്ല. ഇനിയിപ്പോ ഒരാൾ മനുഷ്യ കഴിവിന് അതീതമായ എന്നതിന് പകരം സൃഷ്ടികളുടെ കഴിവിന് അതീതമായ എന്ന് എഴുതിപ്പോയാൽ തെറ്റും രണ്ടാമത്തേത് ശരിയും എന്ന് അതിന് അർത്ഥമില്ല. ഇതുകൊണ്ട് രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നുമില്ല എന്നതാണ്. ഒരു വിജനമായ സ്ഥലത്ത് ഒരാൾ ചെന്നുപെട്ടാൽ അവിടെ വല്ല ജിന്നുണ്ടോ എന്ന് അന്വേഷിച്ചു എന്നിട്ട് നിങ്ങൾ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ മിൻ ഹൈസു ലാ തറഹു ഹുവ യറാക്കും വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹുന്ന. നിങ്ങൾ നോക്കിയാൽ കാണൂലല്ലോ. അത് നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്ന ആളുകളല്ല. പിന്നെ ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് നമ്മൾ വിളിക്കുമ്പോ യഥാർത്ഥത്തിൽ ആ പ്രയോഗം
ഒരാളുമില്ല, ഒരു മനുഷ്യനുമില്ല, വേറെ ഒന്നുമില്ല, കാണാത്തൊരു സന്ദർഭത്തിൽ ഒരു ബേജാറാകുന്ന ഘട്ടത്തിൽ ഒരാള് മണ്ടിയേരിയോന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഇവിടെ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ മണ്ടിയേരിയോ എന്ന് പറഞ്ഞാണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വീഴുക, അതൊക്കെ ഒരു അപകടം വരികയാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ വിളിച്ചാൽ മലക്കിനെയാണ്, ഔലിയാക്കന്മാരെയാണ്, മരിച്ചോലെയാണ്, ജിന്നിനെയാണ്, ഷെയ്ത്താനെയാണ്, കുടുംബക്കാരെയാണ്, വാപ്പാണ്, ഇങ്ങനെ പലർക്കും വിചാരിക്കാം. ഈ വിളിച്ച ആളോ ആരാണ് എന്റെ വിളി കേൾക്കുന്നതും എന്നെ സഹായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളത്, അവരെ സഹായം എനിക്ക് കിട്ടട്ടെ എന്നേ നേർക്ക് നേരെ അതിന് അർത്ഥമുള്ളൂ. സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ഹഫലത്തിന്റെ സഹായം ഉണ്ട്. അത് ഹഫലത്ത് വിളിച്ചിങ്ങാണ്ട് സഹായിക്കുമോ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കും, സഹായം ചോദിക്കും ചെയ്തിട്ടല്ല അത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ടോട് ആ പറഞ്ഞ രീതിയിൽ പോകാനൊട്ട് പാടില്ല. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. ഖുർആൻ എടുത്ത് വിശ്വസിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് ചെയ്യാനും പാടില്ല. എന്നാൽ ഈ വിളിക്കുന്നത് ഇത് വല്ല ജിന്നും ഉണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്നുള്ള നിലക്ക് ജിന്നിനോടാണ്. അങ്ങനെ നെയ്യത്തൊക്കാനൊക്കെ ആർക്കെങ്കിലും ഒഴിവുണ്ടാകുമോ? ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പേടിയാണ് നേരത്ത് ജിന്നിനെ നെയ്യത്ത് വെച്ചിട്ട് ജിന്നിന്റെ സാധനം. അപ്പൊ അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്. ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടുമുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചോദ്യകർത്താവ് ചോദിച്ചതിന് ഏറെക്കുറെ ഒരു സംതൃപ്തികരമായ മറുപടി എന്ന് പറയാം. പൂർണ്ണമായ സംതൃപ്തികരമായ മറുപടി മൂപ്പര് കൊടുക്കാതെ ഇങ്ങനെ എളാമയാണ്, അമ്മോനാണ്, ബാപ്പയാണ്, ജിന്നാണ്, മലക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഒയ്യാണ്. ചോദ്യകർത്താവ് ചോദിച്ചെന്താ? വിജനമായ ഒരു പ്രദേശത്ത് നിന്ന്. അതോടുകൂടി തന്നെ ക്ലിയറായി, ജനമില്ലാത്തൊരു സ്ഥലത്ത്. അവിടെ വെച്ചുകൊണ്ടൊരാള് യാ ഇബാദല്ല, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന നിലക്ക് വിളിച്ചാൽ അതിനെ സംബന്ധിച്ചാണ് ചോദ്യം. ഇസ്ലാം മാസികയിൽ വന്ന പരാമർശവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഒറ്റയടിക്ക് സ്വർണ്ണ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ അത് ശിർക്കല്ലാണ്, അതൊക്കെ എന്നോ തിരുത്തേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്കാണ് തിരുത്തിയാൽ പോലെ. എന്തിനാണ് ഒരു 6 മിനിറ്റ് ഇങ്ങനെ ഉരുട്ടി പെരട്ടി അതിലെ പോയി ഇതിലെ പോയി അങ്ങനെ പിന്നെ ജിന്നുകളോട് മനുഷ്യരിൽപ്പെട്ട ചില മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ഇത് പോകാനും പാടില്ല. ഹഫ്ലത്തിന്റെ മലക്കുകളെ സഹായം കിട്ടുന്നു കൂടാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ച് മലക്കയെ സഹായിക്കണമെന്ന് പറയാനും പാടില്ല. ഇതൊന്നും ഇപ്പൊ അവിടെ ഇല്ല. പ്രാർത്ഥന ഇബാദത്തിന്റെ പരിധിയിൽപ്പെടുന്ന അല്ലാഹു മാത്രം നൽകണമെന്ന് പറഞ്ഞ ദുആ ഒരു സൃഷ്ടിക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കൃത്യമായ താക്കീതാണ്. എന്നാൽ ഇവിടെ ആ ഉദ്ദേശമൊന്നുമില്ലാതെ കൃത്യമായി ഈ ലേഖനത്തിൽ വന്ന ഒരു വിഷയം ചോദിച്ചതാണ്. അപ്പൊ ആ ചോദ്യത്തിന് അത്രയും മാസലപ്പി നൽകിയ ഒരു മറുപടിയിൽ എന്താ ഉള്ളത്? ശിർക്കിലേക്ക് പോകുന്ന ഒരു വിളി ആകാനും പാടില്ല. എന്നാലോ അവിടെ എന്റെ ശബ്ദം കേൾക്കുന്നത് ആരാണോ അവരെന്നെ സഹായിക്കട്ടെ എന്ന് ഉദ്ദേശമുള്ളൂ, അതിൽ പ്രാർത്ഥനയില്ല. പരസ്മുസ്ലിയാർ വായിച്ചത് അത് ശിർക്കല്ലേ, അതിൽ അഭൗതികത ഇല്ലേലാണ് അല്ലേ? അപ്പൊ അത്രയും മാസലപ്പി അന്ന് അതിൽ അഭൗതികത കണ്ടില്ല, അന്ന് അതിൽ പ്രാർത്ഥന കണ്ടില്ല, അന്ന് അതിൽ ശിർക്കും കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് അഭൗതികമാണ്, അത് പ്രാർത്ഥനയാണ്, അത് ശിർക്കാണ്. കഴിഞ്ഞില്ലേ? 1.5 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് മതി മറുപടി. എന്തിനാ 6 മിനിറ്റ് എടുത്തത്? അപ്പൊ അത് അങ്ങനെ അങ്ങോട്ട് ശിർക്കിക്ക് അന്ന് കൊണ്ടുപോകാൻ മൂപ്പർക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. പിന്നെ മൂപ്പര് അതിന്റെ അവസാനത്തിൽ പറഞ്ഞു എന്ത്? ഇസ്ലാഹ് മാസികയിൽ വന്ന ആ ലേഖനത്തിലെ ഒരു സ്ഖലിതം അത് ലേഖകൻ തന്നെ തിരുത്തിയിട്ടുണ്ട്. അതും വലിയൊരു നുണയാണ്. ലേഖകൻ തിരുത്തിയിട്ടില്ല ഒന്ന്. രണ്ടാമത് ഇസ്ലാം മാസികയെ ഈ ശിർക്കാരോപണമായി വിമർശിച്ചപ്പോൾ ഒരു വിശദീകരണം ഇസ്ലാം മാസിക കൊടുക്കുക ചെയ്തു. അപ്പോഴും തിരുത്തല്ല കൊടുത്തത്. ഈ രണ്ടും യാഥാർത്ഥ്യമാണ്. പക്ഷെ സഹോദരങ്ങളെ, ഈ നുണയാണ് എന്ന് ആർജവത്തോടുകൂടി പറയാനല്ലേ മുജാഹിദുകളായി നമ്മൾ മെനക്കിടേണ്ടത്? അതെ. എന്നാൽ ഹനീഫ ഗായക്കൊടി എന്ന് പറയുന്ന ഇപ്പോൾ ഇത്രയും ആ സെലക്ടറിക്ക് വേണ്ടി ആദർശവും ഇസ്ലാം പ്രസ്ഥാനം നടത്തി പോന്നിട്ടുള്ള തൗഹീദിന്റെ ആർജവമായ ആ എല്ലാ സ്രോതസ്സുകളും വലിച്ചെറിഞ്ഞ് സലാം സുല്ലമയുടെ ആ തലതിരിഞ്ഞ സിദ്ധാന്തം
അങ്ങനെ തന്നെ ഏറ്റുപറഞ്ഞ അത്രയും സലഫിയെ ന്യായീകരിച്ച് അദ്ദേഹം പറയുകയാണെന്ത്, കണ്ണൂർ സിറ്റിയിലെ ചോദ്യകർത്താക്കൾ ചോദിച്ചു, അല്ല ജാമ്യയിൽ വെച്ചിട്ട് അത്രയും സലഫി ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ജാമ്യയിൽ പറഞ്ഞതും ഇസ്ലാം മാസികയിൽ വന്നതുമായ ആശയം ഒന്ന് തന്നെയാണ്. പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. മൂപ്പർ അവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ട് പറയണത് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് വേറെ, അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞത് വേറെ. എന്നിട്ട് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ വാചകം മൂപ്പർ എഴുതിക്കൊണ്ടെന്ന് നിൽക്കുക സാധു. എന്താണ് അബ്ദുറഹ്മാൻ സലഫി ലാസ്റ്റ് പറഞ്ഞ വാചകല്ലേ? ആ വാചകം അനീഫയെ കൂടി വായിക്കുകയാണ്. ഈ ലേഖനത്തിൽ വന്ന സ്ഖലിതം ലേഖകൻ തന്നെ തിരുത്തിയിട്ടുണ്ട്. ഇത് അബ്ദുറഹ്മാൻ സലഫി അന്ന് തന്നെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമ്മൾ അനസ് മുസ്ലിയാരും പരലോകം മോഹിച്ചുകൊണ്ട് തൗഹീദി പ്രബോധന മേഖലയിൽ നിലനിന്ന കാലത്ത് ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി ഉൾപ്പെടെ നിങ്ങളൊന്ന് കേട്ടോളി. അപ്പൊ ഇവരെ കാപട്യം ഒന്നും കൂടി നമുക്ക് മനസ്സിലാവും. ഇവിടെ പറഞ്ഞത് അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് സലഫിയും പറഞ്ഞത് എന്നാണല്ലോ. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ അതേ ന്യായമാണ് അബ്ദുറഹ്മാൻ സലഫിയുടേതെന്നാണ്. അല്ല, എന്താണെന്നറിയോ, ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസംഗത്തിൽ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് തിരുത്തല്ല, ഇത് തിരുത്തല്ല. ഇത് അവിടെ നിൽക്ക്, തിരുത്തല്ല. തിരുത്താൻ ആരാ പറഞ്ഞത്? എന്താണെന്നറിയോ, ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസംഗത്തിൽ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് തിരുത്തല്ല, ഇത് തിരുത്തല്ല. ഇത് അവിടെ നിൽക്ക്, തിരുത്തല്ല. തിരുത്താൻ ആരാ പറഞ്ഞത്? ഇവിടെ ഒരു തിരുത്തും വന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ 2007 നിന്ന് കൊണ്ടുവന്ന ആ ഉദ്ധരണി അത് നിങ്ങളെപ്പോലുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി. അതാണ് ചോദ്യത്തിൽ തന്നെ ഉണ്ട് എന്ന്. ചില കുബൂരി അതുപോലെ തന്നെ മടവൂരി ആളുകൾ ഈ വാചകത്തെ ദുർവ്യാഖ്യാനിച്ച് മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഇത് ആദ്യം എഴുതണം, എന്നിട്ട് ഈ മാസിക പുറത്തിറങ്ങണം, എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങണം. അങ്ങനെ തുടങ്ങുമ്പോൾ ഒരാൾക്ക് കത്തെഴുതാൻ തോന്നണം, കത്തെഴുതി കഴിയുമ്പോൾ മറുപടി പറയണം. അപ്പൊ അത്രയും സമയമെടുത്തു. ആ സമയം എത്ര? അത് 2008 ജനുവരിയാണ്. 2007 ഏപ്രിലാണ് ലേഖനം വന്നത്. അത് ചില ആളുകൾ വളച്ചൊടിക്കാൻ തുടങ്ങി, പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അത് ചോദ്യമായി വന്നു. ചോദ്യമായി വന്നപ്പോൾ തന്നെ 2008 ജനുവരിയിൽ മറുപടി പറയുകയും ചെയ്തു. ഇത്രയും വ്യക്തമായ ഒരു കാര്യം മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാല് എന്താ ചെയ്യുക? അള്ളാഹു മനുഷ്യന് ബുദ്ധി നൽകിയത് എന്തിനാ? മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാല് എന്താ ചെയ്യുക? അള്ളാഹു മനുഷ്യന് ബുദ്ധി നൽകിയത് എന്തിനാ? മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാല് എന്താ ചെയ്യുക? അള്ളാഹു ബുദ്ധി നൽകിയത് ഏതെങ്കിലും പ്രമാണിമാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരംതിരിഞ്ഞ പണ്ഡിതന്മാരുടെയോ ആസനത്തെ കൊണ്ട് ഇങ്ങനെ തല കൊണ്ടേ വെക്കാനല്ല. അല്ല, മറിച്ച് ചിന്തിച്ച് വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് നിഷ്കളങ്കതയോടുകൂടി നിസ്വാർത്ഥതയോടുകൂടി മരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ആ അവസ്ഥയിലേക്ക് എത്താനാ തന്നത്. ആ ബുദ്ധി കൊണ്ടേറ്റല്ലേ മുസ്ലിയാര് നിങ്ങൾ ഏതാനും ചില വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടി പണയം വെച്ചത്? നിങ്ങളെ പറ്റി എനിക്ക് ഖേദുണ്ട്. സക്കരിയ സ്വലാഹി അനസേനെ വിളിച്ച് 20 മിനിറ്റ് കരഞ്ഞത് മുമ്പ് ഇവിടെ പ്രതിപാദിക്കുകയാണ്. കരഞ്ഞത് പ്രതിപാദിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തിനാ കരഞ്ഞതെന്നറിയോ? സക്കരിയ സ്വലാഹി ആത്മാർത്ഥത എന്റെ പരലോകം നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ എന്ന് നേർക്കുനേരെ കാണുകയാണ്. കാരണം എന്താ, ഈ ഒരു അവസ്ഥ വന്നത് ഇങ്ങനെ അറിയാണ്. അറിഞ്ഞിട്ട് ആത്മാർത്ഥം കൊണ്ട് പറഞ്ഞ സഹോദര, അല്ലാതെ നിന്നെപ്പോലെ ഒരു വാചാലമായ നാവുള്ള ഒരാൾ നഷ്ടപ്പെട്ടു പോയി, നീ എനിക്കിപ്പോ പ്രസംഗവേദിയിൽ സഹായിക്കാൻ ആളില്ലല്ലോ എന്ന ദുഃഖമൊന്നല്ല. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നലാണ്. കാരണം കേരളത്തിൽ മടവൂരികളൊക്കെ പൂരികളൊക്കെ ഇങ്ങനെ മുട്ടുകുത്തിച്ച് ജമാഅത്ത് ഇതിലൊക്കെ ശക്തമായി പറഞ്ഞ ഒരാളല്ല. ഞാനിങ്ങോട്ട് മാറിയ ഉടനെ തന്നെ ആദർശം പൊളിയുന്ന ആൾ. സഹോദര, ആദർശം പൊളിയില്ല. ആദർശം ഏതെങ്കിലും 4 ആളുകൾ വട്ടമേശ സമ്മേളനം നടത്തി തകർക്കാൻ ശ്രമിച്ചാലും അതാണ് അള്ളാഹു തന്നെ പറഞ്ഞത്. അത് നിലനിൽക്കും, ആർക്കനിഷ്ടകരായാലും നിലനിൽക്കും. അപ്പോ ചോദ്യകർത്താവിനോട് പറയാണ് അനസ്മിസിയാരെന്ത്, നിങ്ങളെപ്പോലെയുള്ള കുബൂരി മടവൂരികൾ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ലേഖനം എഴുതണം. പിന്നെ ലേഖനത്തിന് വിമർശനം വരണം. വിമർശനം വരുമ്പോൾ മറുപടി എഴുതണം. ആ മറുപടിക്ക് ഇത്രയും താമസം എടുത്തു. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിലോ, കേരളത്തിന്റെ ഇലക്ഷൻ വരുന്നു. ആ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഒരു വിഷയം വേണം. ആ വിഷയം തൗഹീദും ശിർക്കും ആകണം. ആ തൗഹീദും ശിർക്കും അത്രയും സൽപ്പിക്കൊണ്ടത് അത് ഇസ്ലാം മാസികക്കും അബ്ദുൽ ജബ്ബാർ മൗലവിക്കും സക്കരിയ സ്വലാഹിക്കും നേരെ ആരോപിച്ചു. അങ്ങനെ ആരോപിക്കുമ്പോൾ എന്ത് വേണം? അതിന് 2 പണ്ഡിതന്മാരെ കിട്ടണം.
അങ്ങനെ അത്രമാ സെൽഫി വില വിലക്കെടുത്ത് ആ പണ്ഡിതന്മാർ അതിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ മുജാഹിദുകൾക്ക് ഭിന്നിപ്പുണ്ടാവും. അപ്പൊ ഞങ്ങൾ പോലത്തെ ആൾക്കാർ ഇവിടെ വരണം, വിശദീകരിക്കണം. അതാണ് ഇപ്പൊ പടം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ നിറം മാറുമ്പോൾ പാരത്രിക ലോകത്ത് യൗമത്തുബുൽ സറായും സകല രഹസ്യങ്ങളും പൊളിച്ച് പരിശോധിക്കപ്പെടുന്ന ലോകത്ത് എന്തായിരിക്കും ഈ കപട ഹൃദയം കയറി വക്രമായ ജീവിത രീതിയുമായി മുന്നോട്ട് പോയാൽ ഉണ്ടാവുക എന്ന കാര്യം മുസ്ലിയാര് മനസ്സിലാക്കണം. തെറ്റിദ്ധരിച്ച എന്റെ ശ്രോതാക്കളെ, മുജാഹിദ് പെട്ടകത്തിൽ ഖുർആനും സുന്നത്തും കൈവടയാൻ മുന്നോട്ട് പോകുന്നവരെ, നമ്മെ ഭിന്നിപ്പിക്കുവാനും തമ്മിലടുപ്പിച്ച് ചോര കുടിപ്പിക്കുവാനും ശ്രമിക്കുന്ന ആളുകളുടെ താല്പര്യം നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ സഹോദരങ്ങളെ എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമേറിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ കാര്യമായി ഹനീഫ കായക്കൊടി ഇപ്പോ പറയുന്ന ഒരു കാര്യം എന്താ നിങ്ങൾ, ഇസ്ലാഹ് മാസികയിലെ ആ ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണെന്ത്, ജബ്ബാർ മൗലവിയുടെ വാദം തികച്ചും ശിർക്കൽ വാദമാണ്, പ്രമാണവിരുദ്ധമാണ്. കേട്ടോളൂ നിങ്ങൾ. അബ്ദുൽ ജബ്ബാർ മൗലവി ഇതിന് പറഞ്ഞ ന്യായങ്ങൾ എന്താണ്? ഒന്ന്, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല. ജിന്നിനോടുള്ള അതല്ലെങ്കിൽ മലക്കിനോടുള്ള ഈ സഹായദത്തം കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതല്ല എന്നാണ്. എന്നാൽ ഇത് അപ്പുറത്തുള്ളതല്ലേ? ആണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നും മനുഷ്യനും തമ്മിലുള്ളത്? നാം പറയുന്നത് ജിന്നിന് എങ്ങനെ കേൾക്കാൻ കഴിയും? ഹലോ, അപ്പോ ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ളത് ജിന്നുകളോട് സഹായം തേടാമെന്നല്ല, മറിച്ച് ഒരു ഹുക്മ് പറഞ്ഞതാണ്, ഒരു തത്വം പറഞ്ഞതാണ്. ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാകുന്നത്, ഒരു സഹായത്തേട്ടം എപ്പോഴാണ് ശിർക്കാകുന്നത്, ഒരു സഹായത്തേട്ടം എപ്പോഴാണ് കാര്യകാരണ ബന്ധത്തിന് അധീനത്തിൽ നിന്ന് അതീതമാകുന്നത്, അഭൗതികമാകുന്നത് എന്ന് വിശദീകരിച്ചതാണ്. ആ വിശദീകരണത്തിൽ യഥാർത്ഥത്തിൽ ശിർക്കുണ്ട്, അപാകതയുണ്ട് എന്ന് ഇപ്പോൾ അനസ് മുസ്ലിയാരുടെ കൂടെ കൂടി ഹനീഫ് കായക്കൂടി ന്യായീകരിക്കാൻ. എന്നാ അതിൽ വല്ല അഭൗതികത ഉണ്ടോ? അത് നമ്മൾ അനസ് മുസ്ലിയാർ ഇസ്ലാം പ്രസ്ഥാനത്തിന്റെ ആദർശവേദിയിൽ പറയട്ടെ, ഒന്ന് കേട്ടോളൂ. വൈബിയായതിനൊക്കെ സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് വൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. നല്ല കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, വൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ്, ആരെങ്കിലും ചപ്പ്ളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാ നിൽക്കണം എന്തിനാ? എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ചു പഠിക്കണ്ടേ? ആരെങ്കിലും കൊണ്ടുനടക്കണ കണ്ടപ്പോ കൊള്ളാലോ അത്, നമുക്കും പറ്റും, നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാല്ല കുറച്ച് സമയത്തിന് ശേഷം ഇയാൾ തന്നെ പറയണ്ട് പെട്ടത് അല്ലേ. ചാത്തൻ പോത്തൻ കുറിഞ്ചാത്തന്മാർ തെക്ക് വടക്കോട്ടോടുകയാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് കുറെ ചാത്തന്മാരും പോത്തന്മാരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആ ചലഞ്ഞതും കൊണ്ട് ഓടി നോക്കി. ഒന്നും സംഭവിച്ചോ? വല്ലതും സംഭവിച്ചോ? കേരളത്തിൽ വല്ലതും സംഭവിച്ചോ? കുറെ ചാത്തന്മാർ റോഡിലൂടെ ഓടി എന്നല്ലാതെ. അതുകൊണ്ട് ആരെങ്കിലും ചപ്പി തുപ്പിയത് അത് വാരി അണ്ണാക്കിലിടാൻ ശ്രമിക്കരുതേ പൈസി എന്നാണ് ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ളത് അല്ലെ. കുറെ ഓടിയതല്ലേ ഇതൊക്കെ. ഇവിടെ ഇതൊന്നും പുതിയല്ലോ, പുതിയതായിട്ട് അവതരിച്ച പുതിയ ചിഹ്നമല്ലല്ലോ, നേരെ മറിച്ച് പുതിയതല്ല, പഴയതാ. ഇതിനൊക്കെ കൃത്യമായി വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനം മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോ സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 3 പുസ്തകങ്ങളുള്ളതാണ്. ഇനിയിപ്പോ ആ പുസ്തകമൊക്കെ കത്തിക്കേണ്ടി വരൂലേ? അതൊക്കെ എല്ലാ സ്ഥലങ്ങൾ തേടി പിടിക്കേണ്ടി വരൂലേ? എന്തെല്ലാം പണിയെടുക്കണം? അപ്പൊ 1-2 ആളുകൾ താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടി നിറം മാറുമ്പോ നമ്മളും കൂടെ നയം മാറിയിട്ട് നമ്മളെ നയം മാറ്റണം എന്ന് പറഞ്ഞാൽ അതിന് മുജാഹിദ് ആദർശബോധമുള്ള ആളുകളെ കിട്ടൂല. പിന്നെ അനസ് മുസ്ലിയാർ പറയുകയാണെന്ന്, കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കുറെ ഈ ചപ്പിച്ചുപ്പി ആദർശവുമായി ഓടി നോക്കിയതല്ലേ, ഇത് പുതിയ ചിഹ്നമല്ലല്ലോ. ആ ബോധം നിങ്ങൾക്കും വേണ്ടേ? നിങ്ങളും ആ പഴയ ദീനി പുതിയ കുപ്പിയിലാക്കിയിട്ട് ആ പഴയ ചിഹ്നിനെ കൂട്ടുപിടിച്ച് ആ ചണ്ടിച്ചപ്പറ് ചവറുകൾ വീണ്ടും ചപ്പിത്തുപ്പി ശിർക്കാരോപണമായി 3 മണി മുതൽ രാത്രി 12-1 മണി വരെ എന്ന് പറഞ്ഞ് നടക്കണില്ലേ? ഇല്ലേ? ഇവിടെ നിങ്ങൾ നടത്തിയത് അതന്നല്ലേ?
അതുകൊണ്ടാണല്ലോ അത് നിലക്കാത്തത്, അല്ലെ? ഉമർ മൗലവി എന്ന മഹാനായ വ്യക്തിത്വം, തൗഹീദിന്റെ നിറകുണം എന്നൊക്കെ പറഞ്ഞ് ഷേഖ് അൽബാനിനെ പറഞ്ഞാലും ബിനുവാസിനെ പറഞ്ഞാലൊന്നും കേരളത്തില് മുജാഹിദുകൾക്ക് ബഹുമാന ആദരവില്ല. ഉമർ മൗലവി കെ എം മൗലവി പറഞ്ഞ ഓക്കെ, ആ ഉമർ മൗലവിയുടെ സൽസബീലിലാണ് വ്യക്തമായ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സമാനമായ ചോദ്യോത്തരം. ഒരു കുഴപ്പമില്ല, അതിൽ ശിർക്കില്ല, മുസ്ലിയാക്കന്മാരുടെ തേട്ടത്തിന് തെളിവില്ല. അത് ജിന്നുകളെയും മലക്കുകളെയും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ വിളിക്കുന്ന വിളി അഭൗതികമല്ല, കാര്യകാലബന്ധത്തിന് അതീതമല്ല എന്നൊക്കെ വ്യക്തമായിട്ട് പൊളിക്കല് ഉള്ള ഒരു വിദ്യാർത്ഥിയായ കാലത്ത് ഇന്നും ഹയാത്തിൽ നിൽക്കുന്ന നമ്മുടെ അബ്ദുറഹ്മാൻ പാലത്ത് സൽസബീൽ എഴുതിയതാണ്. ഇത് സൽസബീലിന്റെ മറുപടിയാണ് എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതിനെന്താ മറുപടി കണ്ടെത്തുക എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ പലരും നടക്കുന്നത്. ഉമർ വഴി മരിച്ചുപോയ ആളല്ലേ, മരിച്ചുപോയ ആൾക്കാരെ ഉദ്ധരണിയൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്നും പറയും. ഒക്കെ പറയുമ്പല് അല്ലേ? അപ്പൊ സഹോദരങ്ങളെ ഇപ്പൊ എവിടെ എത്തി? ഹനീഫയായ കൂടി പറയുകയാണെന്ന് അത് അഭൗതികമാണ്. ഇയാൾ പറയുകയാണെന്ന് ജിന്നും മലക്കും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികമല്ല, അത് ഭൗതികമാണ്. അപ്പൊ ഇവിടെ പല ആളുകൾക്കും ഒരു സംശയം, എന്ത് ജിന്ന് വർഗം അഭൗതികമാണോ? ജിന്ന് മലക്ക് എന്ന് പറയുന്ന വർഗം സഹോദരങ്ങളെ ഭൗതികമാണ്. കാരണം എന്താണ്? ഈ പ്രപഞ്ചത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിൽ മാറ്റർ ഉപയോഗിച്ചാണ്. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു തആല സംവിധാനിച്ച പുകയില്ലാത്ത തീയും അതുപോലെ തന്നെ പ്രകാശം, ഇത് രണ്ടും ഭൗതിക മാറ്ററാണ്. ആ ഭൗതിക മാറ്റർ കൊണ്ടാണ് നമ്മുടെ കണ്ണിന് കാണാത്ത, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത യന്ത്ര സാമഗ്രികൾ കൊണ്ട് ഒരിക്കലും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സൃഷ്ടികൾ. അതുകൊണ്ട് അവർ അദൃശ്യ സൃഷ്ടികൾ എന്ന് പറയാം. എന്നാൽ അവർ അഭൗതികം എന്ന് പറയുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ എന്തായി? അഭൗതികമായി. അപ്പൊ അഭൗതിക മാർഗത്തിലൂടെ യഥാർത്ഥത്തിൽ ഉപദ്രവിക്കുവാനും ഉപകാരം ചെയ്യുവാനും ആർക്കേ സാധിക്കുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ, അല്ലെ? അപ്പോ സിഹിർ ഫലിക്കുമെന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിച്ചതാണ്. മുജാഹിദ് പ്രസ്ഥാനം ഉൾക്കൊള്ളുന്നു. അമാനി മൗലവി അതിന് ഹഖീഖത്തുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ കൃത്യമായി കൊണ്ട് കെ മൗലവിയെ പോലുള്ള ആളുകളൊക്കെ പറയും. നമ്മളെ മുജാഹിദുകള് ഹനീഫയാക്കളുടെ എത്ര മാസം എല്ലാവരും വിശ്വസിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ഇവരുടെ വാദപ്രകാരം ശിർക്കായില്ലേ? കാരണം എന്താ? ചിന്നിനോട് സഹായം തേടണ്ട. എന്റെ വാപ്പ എന്റെ വിളി വീട്ടിലിരുന്ന് കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ മതി. വാപ്പാതെ ഞാൻ വിളിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ അതിന് പങ്കുചേർക്കലായി എന്ന് പറഞ്ഞ പോലെ ഈ ശക്തികൾ അഭൗതികമാണെങ്കിൽ ഒരു ജിന്ന് ഒരു സാഹിറിനെ സഹായിച്ചുകൊണ്ടല്ലെങ്കിൽ ആ സാഹിർ ജിന്ന് സേവയിലൂടെ ഒരാൾക്ക് വല്ല ഉപദ്രവം ഉണ്ടാക്കിയാൽ ആ ഉപദ്രവം ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായില്ലേ? അതില്ലേ? അതുകൊണ്ടാണ് മൂവാറ്റുപുഴ സംവാദത്തിൽ വെച്ച് നൗഷാദ് ഹസനി ഈ ചോദ്യം ഹനീഫായ കുടിക്കാൻ ഇട്ടുകൊടുത്ത്. മൂപ്പരിങ്ങനെ അട്ടന്റെ മേത്ത് ഉപ്പിട്ട മാതിരി ഒന്നിങ്ങനെ പരിങ്ങിയാണ്ട് പിന്നെ ആശകുഴപ്പമുണ്ടാക്കാനും കുറച്ച് വാക്ക് ചാതുര്യമുള്ളതുകൊണ്ടും വർത്താനം പറഞ്ഞ് അങ്ങനെ കഴിച്ചിലാകുകയും ചെയ്ത്. പക്ഷെ തനിച്ച വിട്ടിട്ട മറുപടി ഒന്ന് കേട്ടോളൂ. ഞാൻ ചോദിക്കുന്നു, സിഹിർ എന്ന് പറഞ്ഞാൽ എന്താണ്? അദൃശ്യമാർഗത്തിലൂടെയുള്ള സഹായം പ്രതീക്ഷിക്കലാണ്. അത് ജിന്നിൽ നിന്നാവട്ടെ ശൈത്താനിൽ നിന്നാവട്ടെ, ആ പ്രതീക്ഷ പ്രാർത്ഥനയാണെന്ന് നിങ്ങളുടെ ഏറ്റി. അപ്പൊ നിങ്ങളും മുശ്രിക്കായില്ലേ? നിങ്ങളും മുശ്രിക്കായില്ലേ? നിങ്ങളും മുശ്രിക്കായില്ലേ? അതാണ് എന്റെ ചോദ്യം. വിഷയം മാറ്റിയിട്ട് രക്ഷപ്പെടുത്താൻ ഒരിക്കലും നിങ്ങളെ ഞങ്ങൾ വിടുകയില്ല. മുജാഹിദ് പ്രസ്ഥാനം ഇനി ഒരുപാട് കാലം ജീവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. ഒന്നിന്റെ ശേഷം ഒന്നായി പോയി. നബവി ഇമാം ശിർക്ക് ചെയ്തു നിങ്ങൾക്ക് പറയേണ്ടി വന്നു. ഷൗക്കാനിയെ തള്ളി, ജബ്ബാറിനെ തള്ളി, സർവരെയും തള്ളി, ഒടുവിൽ നിങ്ങളെ കാറ്റുപോയി. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചതോടെ. കാരണം അത് ദൃശ്യമാർഗത്തിലുള്ള പ്രതീക്ഷ വെക്കലാണ്. പോയി. ഇനി നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഇനി നല്ലത് അത് പിരിച്ചുവിടാൻ നിങ്ങൾക്ക് ഒരു യോഗം കൂടി പിരിച്ചുവിട്ടാൽ. ഞാൻ ചോദിക്കട്ടെ, തേടിയാ മാത്രം ശിർക്കാവും? അപ്പൊ കഴിഞ്ഞു. നോക്കിയാ നിങ്ങള് ഇയാൾക്ക് സിഹിർ മനസ്സിലായിട്ടില്ല. വായിച്ച എന്താ? ഈ സിഹിർ ചെയ്യുന്ന ആളാണ് ജിന്നിനോട് സഹായം തേടുന്നത്, ശിർക്കാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ സിഹിർ ചെയ്യണ മൊയ്ലിയന്മാരുണ്ടല്ലോ, ഓല് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ്. അതിലാർക്കാ സംശയം? നേരെ മറിച്ച് സിഹിർ ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ അതിൽ ജിന്നിനോട് സഹായം തേടലുണ്ടോ? അതിൽ ജിന്നിനോട് സഹായം തേടുന്നുണ്ടോ? സിഹിർ ഫലിക്കും എന്ന് വിശ്വസിക്കുന്ന ആള് ജിന്നിനോട് സഹായം തേടുന്നില്ല. സഹോദരങ്ങളെ, എന്താണ് ഇവിടെ പറഞ്ഞത്? സിഹിർ ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ അതിൽ ജിന്നിനോട് സഹായം തേടലില്ല. അപ്പൊ സഹായം തേടുമ്പോ മാത്രം അഭൗതികത കടന്നു വരുന്നത്. അഭൗതികമായ ഒരു സൃഷ്ടിയാണ് ജിന്ന് എന്നും തികച്ചും ഗൈബാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ഗൈബിയായ
സൃഷ്ടി, അഭൗതികമായ സൃഷ്ടി മനുഷ്യനെ ഉപദ്രവിക്കുന്നത് ഏത് രൂപത്തിലാ? അപ്പൊ അത് മാത്രം ഭൗതികം, ഉപദ്രവിക്കുമെന്നുള്ളത് ഭൗതികം. ആ ജിന്നിനോട് അങ്ങോട്ടെന്തെങ്കിലും ചോദിക്കുന്നത് മാത്രം ഭൗതികമല്ല, അങ്ങനെ ഉണ്ടാവും. അപ്പൊ തിരിച്ച് മുസ്ലിയാക്കന്മാർ ചോദിച്ചു എന്ന് സി എം വലിയുള്ളാഹിയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കും, എന്നാൽ പ്രാർത്ഥിക്കാതെ സി എം വലിയുള്ളാഹി ഉത്തരം ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ അത് തൗഹീദുമാണോ എന്ന് ചോദിച്ചു. കാരണം എന്താ, ഇവർക്ക് സി എം വലിയുള്ളാഹിയും ജിന്നും മലക്കൊക്കെ ഒരേ തട്ടകാണ്. ആർക്ക്? മുസ്ലിയാക്കന്മാർക്ക്. ആ വാദത്തിലേക്ക് പെരുത്തി. ഞാനെന്താ, ജിന്നും മലക്കും അഭൗതികം, അപ്പൊ മരിച്ചുപോയ ആൾക്കാർ അഭൗതികം. അപ്പോ ജിന്നും മലക്കും സഹായിക്കുമെന്ന് ഇവർ പറയുന്നു. അപ്പോൾ മരണപ്പെട്ടുപോയ മഹാത്മാക്കൾ സഹായിക്കും എന്നും സുന്നിയർ പറയുന്നു. അപ്പൊ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരൂലേ? നമ്മൾ പറയുന്നത് മരണപ്പെട്ടുപോയ മഹാത്മാക്കൾക്ക് കാണാനോ കേൾക്കാനോ ഉത്തരം ചെയ്യാനോ നമ്മെ സഹായിക്കാനോ കഴിയില്ല. എന്തുകൊണ്ട്? അവര് ഹയ്യല്ല, അവര് ഹാദരീങ്ങളല്ല, അവര് ഹാലരീങ്ങളല്ല. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കാത്ത, മരിച്ചുപോയ, ഒരിക്കലും അല്ലാഹു തആല കൊടുത്തിട്ടില്ലാത്ത ഒരു കഴിവിൽ നിന്നാണ് മുസ്ലിയാക്കന്മാരെ എങ്ങനെ ചോദിക്കുന്നത്. അത് തികച്ചും അഭൗതികമായ ഒരു പേട്ടയിലുണ്ട്. അക്ഷാഹായത്തിൽ ഹൃദു അവരുണ്ട്, പ്രാർത്ഥന മനസ്സിൽ അവിടെയുണ്ട്. അതുകൊണ്ട് അത് തികച്ചും ശിർക്കാണ്. അതിനാണ് ഖുർആനിൽ ആയത്തോടേണ്ടത്. ആ ആയത്ത് അവിടെ ഓതി എന്നതല്ലാതെ ഈ കുറിക്കുകൊണ്ട ചോദ്യത്തിന് മറുപടി പറയാൻ ഹനീഫാക്കുടിക്ക് പൂർണ്ണമായി സാധിച്ചില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ സലാം സുല്ലമയുടെ ഈ തലതിരിഞ്ഞ സിദ്ധാന്തം ഇത് കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിന് ഇയാള് എന്തായി? കീഴൊതുങ്ങി കൊടുത്തു. അതുകൊണ്ട് ആ സംവാദത്തില് അദ്ദേഹം ചെയ്തു ഒന്നിന് പിറകെയായി ഓരോരുത്തരെയും ശിർക്ക് ആദ്യമായി ചോദിച്ചു ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ശിർക്ക്, പിന്നെ അഹ്മദ് ബിൻ ഹംബൽ ചോദിച്ചു ശിർക്ക്, പിന്നെയോ ഇബ്നു തൈമിയ്യ പോലെയുള്ള ആളുകൾ ശിർക്ക്, അതുപോലെ തന്നെ ശൗക്കാനി ശിർക്ക്, ഒക്കെ ശിർക്ക്. അവസാനം ജബ്ബാർ പോലെ ശിർക്ക്, സക്കരിയ സലാഹി പറഞ്ഞു ശിർക്ക്. എന്നിട്ട് നൗഷാദ് മുസ്ലിയാര് മുജാഹിദ് പ്രസ്ഥാനമേ, നിങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് തകർന്നു പോയിരിക്കുന്നു, ഒന്നിനു പിറകെ ഒന്നൊന്നായി. ആ ഒന്നിനു പിറകെ ഒന്നൊന്നായി മടവൂരിയാളും അതുപോലെ തന്നെ ഇവര് ഈ മടവൂരിയ സിദ്ധാന്തം ഏറ്റുപിടിച്ചുകൊണ്ട് ഇവരും ഉരുണ്ടു വീണു. പക്ഷെ അതിന്റെ അടിയിൽ നിങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ട് എന്ന് സമ്മതിച്ചല്ലോ. എന്താണ് സമ്മതിച്ചത്? നൗഷാദ് മുസ്ലിയാർ പറയാറുണ്ട്, ഇതാ ഇമാം നബവി ശിർക്ക്, അതുപോലെ തന്നെ അദ്ദേഹത്തെ ഷൗക്കാനിയെ ശിർക്കാക്കി, അതുപോലെ അഹ്മദ് ബിൻ ഹംബൽ ശിർക്കാക്കി, ജബ്ബാർ പോലെയും അതുപോലെ സക്കരിയ സലാഹി. ആരുടെ കൂടെ നിങ്ങൾ ഓലെ എണ്ണിയത്? ആരുടെ കൂടെ നിങ്ങൾ ഓലെ എണ്ണിയത്? ഇമാം നബവിയുടെ കൂടെ, ഇമാമുന അഹ്മദ് ബിൻ ഹംബലിന്റെ കൂടെ, ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹിയുടെ കൂടെ, ഇമാം ഷൗക്കാനിയുടെ കൂടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ തൗഹീദിൽ നിറകുണങ്ങളായി ഇന്നും നമുക്ക് കൃത്യമായി ദീനുൽ ഇസ്ലാമിനെ വളച്ചുകെട്ടില്ലാതെ എത്തിച്ചു തന്ന സലഫുകളുടെ പാത പിൻപറ്റിയ ഇമാമുസുന്നകളുടെ കൂടെ നിങ്ങൾ എണ്ണിയത് സക്കരിയ സലാഹിയെ, അബ്ദുൽ ജബ്ബാർ മൗലവിയെ. അപ്പൊ ഒരു ടീം ഇപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിൽ തൗഹീദ് അചഞ്ചലമായി കൊണ്ടു നടക്കുന്നു എന്ന് നിങ്ങൾ തന്നെ വ്യംഗ്യമായി സമ്മതിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇനി നിങ്ങളുടെ കയ്യില് ഉള്ള തൗഹീദിന്റെ കോലം കേരളത്തിൽ ഞങ്ങള് അള്ളാഹു തൗഫീഖ് ചെയ്ത അവസരത്തിൽ പൊളിച്ച് കാണിച്ചു കൊടുക്കും. അതിനുള്ള അവസരം വരട്ടെ. ഇൻഷാ അല്ലാഹ് സമ്മേളനം കഴിഞ്ഞിട്ട് നമുക്ക് വ്യക്തമായി മുസ്ലിയാക്കന്മാരെ നിങ്ങളെ കോലം എന്താണെന്ന് കാണിക്കാം. അപ്പൊ ഇവിടെ പുതിയൊരു വാദത്തിലേക്ക് ഹനീഫാക്കുടി വന്നപ്പോൾ, അനസ് മുസ്ലിയാർ വന്നപ്പോൾ ഇവരിപ്പോ തമ്മിൽ കൊമ്പ് കൊടുക്കുക. ഈ മൂവാറ്റുപുഴയിൽ വെച്ച് നൗഷാദ് ഹസ്സനി ഹനീഫ് കായക്കൊടിയോട് ചോദിച്ച ചോദ്യത്തിന് ഹനീഫ് കായക്കൊടി കൊടുത്ത മറുപടി 2012 പുതിയ തൗഹീദിയുടെ അഭിപ്രായമാണ്. എന്നാൽ യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടനുസരിച്ചാണ് ആ ചോദ്യം യഥാർത്ഥത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാൽ എങ്ങനെ മറുപടി പറയേണ്ടി വരും? അത് അനസ് മുസ്ലിയാർ പറയും. പറയുന്നത് കേട്ടാൽ ഒരു കൂട്ടർ തൗഹീദും മറ്റൊരു കൂട്ടർ ശിർക്കും ഒരേ വേദിയിൽ വൈരുദ്ധ്യം വരുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല, അത് ശിർക്കാണ്. ആ വിശ്വാസം ശിർക്കാണ്. അഭൗതികമായി ഗൈബിയായ നിലക്ക് സഹായിക്കും, അത് ശിർക്കാണ്. ഗൈബിയായ നിലക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഇപ്പോ ഒരേ വേദിയിൽ വെച്ച് ഈ രൂപത്തിൽ തന്നെ
വൈരുദ്ധ്യ ചിന്താഗതി പേരേണ്ട ഗതികേട് വന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു വ്യക്തിക്കും നിലപാട് പൂർവിക പണ്ഡിതന്മാർ പഠിപ്പിച്ചതിനനുസരിച്ച് നമ്മൾ അംഗീകരിച്ചു പോകുന്നത് പ്രമാണത്തിന് വെളിച്ചത്തിലായതുകൊണ്ട് നമുക്ക് ആർക്കും ഇതുപോലെ നമ്മുടെ തൗഹീദ് അഴിച്ചു പണിയേണ്ടി വന്നിട്ടില്ല. നമ്മൾ ഇത്രകാലം ശിർക്കിലായിരുന്നു എന്ന് കുമ്പസരിക്കേണ്ട ആവശ്യവും നമുക്ക് വന്നിട്ടില്ല. പക്ഷേ ഇവിടെ കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി പണവും ആരോഗ്യവും സമയവും ഇൽമും ചെലവഴിച്ച് ഓടി നടക്കുന്ന പാവപ്പെട്ട പ്രവർത്തകരെ, സമൂഹത്തിലെ സഹോദരങ്ങളെ പരിഹാസ്യമയമാക്കുന്ന രൂപത്തിൽ ചിത്രീകരിച്ച ആളുകളാരാ? ഈ അനസ് മുസ്ലിയാരാണ്. ഇദ്ദേഹം താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടി ആദർശം മാറ്റി എന്നിട്ട് ലോകന്റെ മുമ്പിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ മൊത്തം ബലിയാടാക്കി. അതുകൊണ്ട് തന്നെ അഷ്റഫ് ഫൈസി നമ്മളെ മുസ്തഫ അഷ്റഫി കക്കുംപടി എന്ന് പറയുന്ന മുസ്ലിയാര് ഈ അനസ് മൗലവിയുടെ തൗബ ചെയ്യുന്ന ക്ലിപ്പിട്ടിട്ട് പരിഹസിക്കുന്നത് നിങ്ങൾ കേൾക്കണം. അത് അദ്ദേഹത്തെ പരിഹസിക്കുന്നത് കേട്ട് ആസ്വദിക്കാനല്ല, അതുവഴി മുജാഹിദുകൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. ആ തൗബയുടെ കോലം നിങ്ങൾ കണ്ടോളൂ. അത് ജബ്ബാർ മൗലവി എഴുതിയത് ഇങ്ങനെയാണ് സൃഷ്ടിക്കവ് എന്നൊക്കെ പറഞ്ഞ് അതിനെ വളച്ചൊടിച്ച് ഈ പാവ സുഹൃത്തുക്കളെ, മുജാഹിദ് സുഹൃത്തുക്കളെ പറ്റിച്ച് പ്രസംഗിച്ചിരുന്നു. 6 വർഷം കഴിഞ്ഞപ്പോഴോ അനസ് മൗലവി പറയാ, ഞങ്ങൾ അങ്ങനെ കൊണ്ട് പ്രസംഗിച്ചുള്ളത് ശരിയാ, മാപ്പ്. എന്ത് പ്രസംഗിച്ചിരുന്നു? ഇപ്പൊ ഇവര് പറയുന്നത് ഒരു ഭാഗം പറയുന്നത് ഷിർക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ഷിർക്കാണ് പ്രസംഗിച്ചിരുന്നെങ്കിൽ ഇപ്പൊ മാപ്പ് പറഞ്ഞോണ്ട് അറിയായോ? ആരാണ് മാപ്പ് പറയേണ്ടത്? ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ മാത്രം മാപ്പ് പറഞ്ഞാൽ മതിയോ? നാടിനെ പ്രസംഗിക്കണ്ടേ? മാപ്പ്. 6 കൊല്ലം ഞങ്ങൾ ഷിർക്ക് ന്യായീകരിച്ച് പ്രസംഗിച്ചു നടന്നു. മാപ്പാക്കണേ. കഴിഞ്ഞില്ല. എല്ലാ പള്ളിക്ക് പ്രസ്ഥാനം ചെല്ലണ്ടേ? ഈ 6 വർഷത്തിലൊക്കെ മരണപ്പെട്ട വിദ്യാസത്തിനുണ്ടാവൂലേ? മാപ്പ്. പക്ഷേ മരിച്ചവർ കേൾക്കൂല, പറയേണ്ട കാര്യമില്ല. എന്ത് ചെയ്യും മുജാഹിദ്? അതല്ല ഷിർക്കല്ലെങ്കിൽ പിന്നെ എന്തിനു സക്കീന സലാഹിയെ പുറത്താക്കി? രണ്ടാലൊന്ന് നോക്കുന്നു. അനസ് മൗലവി ജയന്നമിന്റെ ഔദ്യോഗിക നേതാവായിപ്പോ ചമഞ്ഞ രംഗത്തൊന്നിരിക്കുന്ന അനസ് മൗലവി പറഞ്ഞ ഞങ്ങളൊക്കെ പണ്ട് പ്രസംഗിച്ചിടുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. എന്ത് തെറ്റുപറ്റി പറയുന്നത്? ഷിർക്കാണെന്നുള്ളത് ഞങ്ങൾ ന്യായീകരിച്ചു. ഷിർക്കായിരുന്നു എഴുതിയത്, പക്ഷെ ഞങ്ങൾ ന്യായീകരിച്ച് പ്രസംഗിച്ചിടുന്നു. അപ്പൊ ഇവർക്ക് ആത്മാർത്ഥത്തോട് മനസ്സിലായില്ലേ? തൗഹീദിൽ ആത്മാർത്ഥത്തോട് മനസ്സിലായില്ലേ? കേൾക്കും നിങ്ങൾ. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കാരിയുടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം. ആരോടെ മാപ്പ് വയ്ക്കണം? ആരോരോട് മാപ്പ് വെച്ചത്? അള്ളാഹോട് ആദ്യം പറയേണ്ടത്. ഷിർക്ക് പ്രചരിപ്പിക്കാൻ എത്ര വലിയ തെറ്റാണത്? മാപ്പ് പറഞ്ഞാലോ? എന്താ ചെയ്യേണ്ടത്? ഷഹാത്തിൽ വിജയ മുസ്ലിം ആവണ്ടായിരിക്കുന്നത്. ഷിർക്കാണെങ്കിൽ മാപ്പ്. നീ പറയട്ടെ. മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം നിങ്ങളുടെ മനസ്സിലില്ല. കരയും ഭയങ്കര 6 കൊല്ലായി ഞങ്ങളോട് പ്രസംഗിച്ചോളൂ. സഹോദര, ഇതൊക്കെ ഈ ഉമ്മത്തിനെ കാഫറാക്കുമ്പോൾ ആലോചിക്കേണ്ടതായിരുന്നു. അള്ളാഹു നൽകിയൊരു ശിക്ഷ. ഞങ്ങൾക്കും വേദനയുണ്ട് ഒരു പ്രസ്ഥാനം ഇങ്ങനെ പറയേണ്ടി വന്നത്. നിങ്ങൾ ആലോചിക്കുന്നത് എവിടേക്കാണ് എത്തിയിരിക്കുന്നത്? നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടെന്ന് പറഞ്ഞിട്ട് സമ്മേളനം നടത്താൻ പോവുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദനയോടുകൂടിയല്ലാതെ നമുക്ക് എങ്ങനെ ഇത് കാണാൻ പറ്റും? മുജാഹിദ് പ്രസ്ഥാനം മൊത്തത്തിൽ ഈ കേരളത്തിലെ തൗഹീദി പ്രബോധനം നടത്തിയ കാലത്തത്രയും ശിർക്കുകളിലെ വിശ്വാസക്കാരായിരുന്നു എന്നല്ലേ മുസ്ലിയാക്കന്മാർ പറയുന്നത്? മരിച്ചുപോയ എത്ര ആളുകൾ നിങ്ങളുടെ സംസാരം കേട്ടു. അവരൊക്കെ ശിർക്കുകളെന്ന വിശ്വാസത്തിലല്ലേ അനസ് മുസ്ലിയാരെ പോയത്? അവരെ കബറിനടുത്ത് പോയിട്ട് മാപ്പ് പറയണ്ടേ? മരിച്ചവർ കേൾക്കൂല നിങ്ങളെന്നും പറയുന്നു. ഷഹാദത്തുകൾമല്ലേ ചെല്ലേണ്ടതിനാ. എന്നിട്ട് ജാമ്യയിൽ വെച്ച് നിറം മാറി അനസ് മുസ്ലിയാർ ദുനിയാവിന്റെ താല്പര്യത്തിന് വേണ്ടി അബ്ദുറഹ്മാൻ സലഫിയുടെ കുതന്ത്രങ്ങൾ മനസ്സിലാക്കാതെ അതിൽ ചട്ടുകമായി തീർന്ന ഈ വ്യക്തി 3 ആളുകൾക്ക് വേണ്ടി ഒരുമിച്ച് മാപ്പ്. മാനവങ്ങളോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. എന്താ രാവണനാ 10 തലണ്ടവന്? ആരായി ഞങ്ങൾ? ഒറ്റ തലയും ഒറ്റ ഉടനെല്ലാം എനിക്കുള്ളൂ. പിന്നെ ആരായി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നതിന് ഹനീഫ് കാരിയുടെയും അബ്ദുറഹ്മാൻ സലഫി കേരളത്തിൽ ഒന്നുവരെ മാപ്പ് വെച്ചിട്ടില്ല. 10-38 വിശദീകരണ യോഗങ്ങൾ നടന്നു. എവിടെയെങ്കിലും ഷാറ്റിയിൽ മതിയോ? എവിടെയെങ്കിലും തൗബ ചെയ്ത് കഴിഞ്ഞോ? ഇല്ല. പിന്നെ 3 ആൾക്കും വേണ്ടിയിട്ട് ഈ വ്യക്തി മാപ്പ് വയ്ക്കും. ഉപ്പ് വാങ്ങാൻ കിട്ടൂല.
സഹോദരങ്ങൾ, തൊലിക്കെട്ടി എന്ന് പറഞ്ഞാല് എന്നെ പോലത്തെ കുറെ തടിയുള്ള ആൾക്കാർക്ക് ഉണ്ടായതല്ല. അത് ഭാഷാപരമായ തൊലിക്കെട്ടിയാണ്. ഇത് കുറച്ചൊക്കെ ഉളുപ്പില്ലായ്മ ഉണ്ടാവുമ്പോ നേരത്തെ കൂടുന്ന സാധനമാണ്. അത് തടിയില്ലെങ്കിൽ നോക്കിയാലൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും ഇങ്ങനെ തെളിഞ്ഞു കാണുകയാണ് അല്ലേ? എന്താണ് ഇവിടെ പറയുന്നത്? ഹദീസ് നിഷേധികളായി നടന്ന അലിമൊല്ലാക്ക, ഷിർക്കിനെ ന്യായീകരിച്ച് നടക്കുന്ന ഹമീദ് വൈസി ഇത്ര കാലം പറഞ്ഞത് ഞങ്ങൾക്ക് ബോധ്യമായി. അവര് പറഞ്ഞതാണ് ഇപ്പൊ ഞങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നല്ലേ വരുന്നത്. എന്നാ ഒരു കാര്യം ചെയ്തോ, അമ്പലക്കടവിന്റെ വീടിന്റെ മുറ്റത്ത് തീരപ്രിയുടെ സ്ഥലമുണ്ട്, അവിടെ ഒരു കട്ടപ്പുര പോലെ കുഴിക്കുപുര കെട്ടിയിരുന്നോ, ഇരുന്നിട്ട് പോയി ഇങ്ങനെ വരുമ്പോ അയ്യാ മാപ്പ് തരണേ പൈസി, ഇത്രയും കാലം നിന്റെ സ്വന്ന തൗഹീദ് ഇപ്പത്താൻ നമുക്ക് പൊരിക്കരുത്, അങ്ങനെ ചൊല്ലിക്കോ. അരിമറയോട് കണ്ട് വരുമ്പോ അവിടെ പോയി ചൊല്ലിക്കോ. മാപ്പ് മുജാഹിദികളെ മാപ്പ് പറയാൻ കിട്ടൂല. മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദ് മാറ്റേണ്ടി വന്നിട്ടില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന അവ്വലുൽ ബശർ പ്രഖ്യാപിച്ച തൗഹീദ്, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച തൗഹീദ്, അതാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രഖ്യാപിച്ച തൗഹീദ്. ഒരു ശിർക്ക് കാലഘട്ടത്തിനനുസരിച്ച് കോലം മാറ്റി അത് തൗഹീദാക്കേണ്ട അവസ്ഥയോ, ഒരു തൗഹീദിന്റെ പദം കാലത്തിനനുസരിച്ച് ശിർക്കാണെന്ന് വ്യാഖ്യാനിക്കേണ്ട അവസ്ഥയോ ജമാഅത്തെ ഇസ്ലാമി പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് വന്നിട്ടില്ല. പരിണാമ സിദ്ധാന്തം പോലെ നമ്മുടെ ആദർശം ഒരു പരിണാമ സിദ്ധാന്തമല്ല. അത് വരുത്തി തീർത്ത ആളുകൾ ഏറ്റെടുത്ത് കുമ്പസരിച്ച് നടന്നോളൂ. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, യേശുക്രിസ്തു എന്ന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി ക്രിസ്ത്യാനികൾ പറയേണ്ട മനുഷ്യരുടെ പാപം മുഴുവൻ ഏറ്റെടുക്കാൻ വേണ്ടി അദ്ദേഹം കുരിശിലേറിയതാണ്. അതുപോലെ മുജാഹിദികളുടെ മുഴുവൻ പാപവും വഹിക്കാൻ വേണ്ടി കുരിശിലേറിയ ആളാണോ അനസ് മുസ്ലിയാർ? ആണോ? അല്ലെങ്കിൽ ഈ അനീഫായ കൂടി അത്രയും മസലത്തിന്റെ പാപം ഏറ്റെടുക്കാൻ പറ്റും? നിങ്ങളെന്നെ പറയുന്നത് ഖുർആൻ ആയത്തിന്റെ ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കൂല. ഒരാളോട് അയാളോടുള്ളതല്ല മറ്റൊരാൾ ചോദിക്കപ്പെടൂല. പിന്നെ എങ്ങനെ ഈ തൗബ അനസ് മുസ്ലിയാരെ നിങ്ങൾ അല്ലാഹു സ്വീകരിച്ചാലോ ഇനി ഈ അനീഫായ എത്രമാസത്തിന്റെ തൗബ നിങ്ങൾ ചൊല്ലിയാ സ്വീകരിക്കൂ? മുസ്ലിയാക്കന്മാരോട് നമ്മൾ പറയുന്നത് മരിച്ച മയ്യത്തിന്റെ അരികിൽ നിന്ന് ഖുർആനോതി ആ ഖുർആനോത്തിന്റെ പ്രതിഫലം മരിച്ച മയ്യത്തിന് കിട്ടട്ടെ എന്ന് പറഞ്ഞ് പാർസൽ ചെയ്താൽ അത് അവിടെ എത്തൂല. എന്താ എത്താത്ത? ഒന്ന്, അയാൾ അമലിൽപ്പെട്ടതല്ല. രണ്ട്, അവനാന്റെ അക്കൗണ്ടിൽ ഉണ്ടായെങ്കിലേ മറ്റേ അക്കൗണ്ട് മാറ്റല് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ തൗബ ചെയ്താൽ ഓല തൗബ എങ്ങനെ വീഴുക? അതുകൊണ്ട് ഇനിയുള്ള ആദർശ വിശദീകരണ മേഖലകളിൽ അബ്ദുറഹ്മാൻ സലഫിയും അനീഫ് കായക്കൊടിയും ഷഹാദത്തുകളും പുതുക്കി ചൊല്ലണം. അല്ലെങ്കിൽ അവർ മാനവരോട് മാപ്പ് പറയണം. ഇറങ്ങിയ സീരിയലുകൾ പിൻവലിക്കണം. ഇതുവരെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൽ ലേഖനങ്ങൾ അതുപോലെ തന്നെ പിൻവലിക്കണം. പറ്റോ? സാധിക്കോ? ഇതിനെന്തിനാണ് ഈ വേണ്ട വയ്യായ്മകൾ ഏറ്റെടുത്തത്? എന്തിനാണ് മുജാഹിദികളുടെ ഈ പവിത്രമായ സംഘടനയെ, ഈ ആദർശ പ്രബോധന പ്രസ്ഥാനത്തിന്റെ ചെട്ടുകൾ, ഈ ബന്ധുവെ നിങ്ങൾ തകർത്തു കളഞ്ഞത്? നിങ്ങൾക്ക് കേരള മുസ്ലിങ്ങൾ മാപ്പ് തരില്ല, മുജാഹിദ് കൈവരി മാപ്പ് തരില്ല. പാരത്രിക ലോകത്തുറപ്പിന്റെ കോടതിയിലെ തൗബ ചെയ്യാതെ മടങ്ങിയാൽ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വല്ലാത്ത ആരോപണമാണ് നിങ്ങൾ ഉണ്ടാക്കിയത്, അപമാനമാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അടുത്ത ക്ലിപ്പ് ഏതല്ല മണ്ണാർക്കാട് സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇവിടെ ഈ മൂവാറ്റുപുഴ സംവാദത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അനീഫ കായക്കൊടിയും അനസ് മുസ്ലിയാരും പോകുമ്പോൾ അവിടെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചത് ആ പ്രദേശത്ത് ഗണ്ണനത്തിന് കാരണമായ ഒരു വ്യക്തിയാണ് നൂറുദ്ദീൻ ലബ്ബാദാരി. സമസ്ത പണ്ഡിതന്മാരുടെ വികലവാദങ്ങൾ അഹ്ലുസുന്നത്തല്ല എന്നും യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പറയണമെങ്കിൽ മുജാഹിദ് സ്ഥാനമേ പറ്റൂ എന്നും വിചാരിച്ച് നിസ്വാർത്ഥനായ അനവധി പ്രയാസം സഹിച്ച് വന്ന പണ്ഡിതൻ, ആ പണ്ഡിതൻ ആത്മാർത്ഥമായി അനസ് മുസ്ലിയാരോട് അനീഫ് കായക്കൊടിയും പറഞ്ഞിരുന്നു. എന്ത്? ഞാൻ പറയണ്ട, കേട്ടോളൂ. സംവാദത്തിന് വന്ന അതിന്റെ തലേ ദിവസം ഹനീഫും അനസും കൂടി വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഈ ജിന്ന് സിഹർ വിഷയങ്ങളൊക്കെ ഇങ്ങനെ വലിയ വിവാദമായിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവർ ആദ്യമായി യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ മണ്ണാറക്കാട് അന്ന് നമ്മൾ സ്വീകരിച്ച നിലപാട് തന്നെ അന്ന് അവിടെ പറഞ്ഞ അതേ മറുപടി തന്നെ പറഞ്ഞാൽ മതി. ആ ഹദീസ് ലഈഫാണ്, അത് ഹുജ്ജത്തിന് പറ്റൂല. നമ്മൾ വ്യവസ്ഥ തയ്യാറാക്കിയപ്പോ സഹീഹായ ഹദീസ് ധരിക്കണമെന്നാണ് നമ്മൾ വ്യവസ്ഥയിൽ എഴുതിയിരുന്നത്. ഇത് ഹദീസ് ലഈഫാണ് എന്ന് അവിടെ മറുപടി പറയുകയും അപ്പോ അവര് ആ ഹദീസ് സഹീഹാണെന്ന ചില ഉദ്ധരണികൾ അവിടെ കൊണ്ടുവരികയും ചെയ്തപ്പോ അന്ന് അവിടെ പറഞ്ഞ മറുപടി, സക്കരിയ സലാഹി പറഞ്ഞ മറുപടി, അത് സഹീഹാണെന്ന് വന്നാൽ പോലും
നിങ്ങൾക്കതിൽ തെളിവില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിലപാടിന് അവിടെ തെളിവില്ല. കാരണം അവിടെ ലൈസ ബിഹ അനീസുൻ, മനുഷ്യരില്ലാത്ത ഒരു സ്ഥലത്താണ് വിളി. മനുഷ്യരില്ല. അപ്പൊ പിന്നെ ആരെയാണ് വിളിക്കുന്നത്? അവിടെ വല്ല നമ്മളെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന വല്ല മലക്കുകളോ ജിന്നുകളോ ഒക്കെ ആകാം. ഈ മറുപടിയാണെന്ന് പറഞ്ഞത്. ആ മറുപടി അന്ന് പറഞ്ഞതിന് ശേഷം ആ ഹദീസ് അവർ തൊട്ടിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് അതേ മറുപടി തന്നെ പറഞ്ഞാൽ മതി എന്ന് ഞാൻ തലേ ദിവസം വന്ന ഹനീഫിനോടും അനസിനോടും പറഞ്ഞിരുന്നു. ജക്കരിയ സലാഹിയും ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ശിർക്കാണെന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. അത് പല പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ കേട്ടതാണ്. അതേസമയം ഈ ഹദീസ് ശിർക്കാണോ? ഹദീസ് ശിർക്കാണെന്ന് നമ്മൾ പറയണ്ട. കാരണം ഒരു സലഫി പണ്ഡിതനും ആ ഹദീസ് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഇതിന്റെ പേരിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു പോറൽ ഏൽക്കണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുകയില്ല. കാരണം ഈ പ്രസ്ഥാനത്തെ മറികടക്കാൻ ഒരു പ്രസ്ഥാനവും ഇന്നിവിടെയില്ല. ആദർശം ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തമായ തൗഹീദ്, ആ ആദർശം ഇവിടെ ജനങ്ങളോട് പറയാൻ ഇന്ന് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിന് മാത്രമേ അർഹതയുള്ളൂ. അതുകൊണ്ട് അവരുടെ ആ ബാധ്യത സുഗമമായി നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്, നിലനിൽക്കേണ്ടതുണ്ട്. ഒരു ഭിന്നിപ്പും ഉണ്ടാകാൻ പാടില്ല.